ഈ നീലച്ച് കിടക്കുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലായോ? ഇതാട്ടോ നീലക്കുവ. അത് ഈ പരുവത്തിലാവാൻ കുറച്ചധികം മെനക്കെടുണ്ട് കേട്ടോ. ഞാൻ എളുപ്പപ്പണിക്ക് ഇത് മിക്സിയിലിട്ടാണ് അരക്കണത്. എന്നിട്ട് ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ അരച്ചു വയ്ക്കണത് അതിൻ്റെ വായ്ഭാഗം ഒരു നല്ല തുണി കൊണ്ട് ഇങ്ങനെ കെട്ടണം കേട്ടോ. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മിക്സ് ഇതിലൂടെ അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ തന്നെ കുറേ അധികം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഇത് അരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അതിലുള്ള പൊടിയൊക്കെ നമുക്ക് അടിയിലായിട്ട് കിട്ടും. പിന്നെ കൂവനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. മൂത്രത്ത് പഴുപ്പിനും വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാട്ടോ. പിന്നെ ഇതിനൊരു അടിപൊളി സ്മെല്ലാട്ടോ. അടുക്കള മൊത്തം നല്ല സ്മെല്ലേനു ഇത് അരച്ചെടുത്തപ്പോൾ. ഇത് രണ്ടിട്ടായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരച്ചിട്ട് നമുക്കൊരു കലം മൊത്തം വെള്ളം കിട്ടിയിട്ടുണ്ട്. അത് കണ്ട് ആരും വിചാരിക്കേണ്ട കുറേ കിട്ടുന്നു. ഇതിൻ്റെ കലത്തിൻ്റെ അടിഭാഗത്തൊരു കുറച്ച് എമൗണ്ട് ആയിട്ട് ഇത് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങളിവിടെ ഒരു ദിവസം മൊത്തം ഇത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊടിയൊക്കെ താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ ഇതിൻ്റെ മുകളിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നല്ല വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു വെക്കണേ. ഇത്ര പൊടിയുള്ളൂ കേട്ടോ നമുക്ക് കിട്ടിയിട്ട്. മുകളിലുള്ള വെള്ളം തെളിഞ്ഞു വരുന്നവരെ ഈ പണി തുടരണം കേട്ടോ.